ഹലോ, ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയും ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാനിങ് ആയിട്ട് തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ ഒരു യാത്ര. ഞങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ്, അതായത് ഞങ്ങളൊരു ബേക്കിംഗ് സംഭവം ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടതോ തുണിയുമായി ബന്ധപ്പെട്ടതോ കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഈ യാത്രയിൽ മൊത്തം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ 2-3 ഷോപ്പ് ബേക്കറി ഐറ്റംസ് കയറി ഹോൾസെയിലായിട്ട് നോക്കുക, പ്രൊഡക്റ്റ് കിട്ടുക, അത് എത്ര നമുക്ക് ലാഭം എങ്ങനെ കിട്ടും, നമുക്ക് എത്തിച്ച് തരാൻ പറ്റുമോ, തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരിക്ക് അതിൻ്റെ ചിലവ് കണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുമോ, അതൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര നടന്നോട്ട്. അത് മണ്ണുത്ത് ഇറങ്ങിയിട്ട് ഷോപ്പിൽ അന്വേഷിച്ചിട്ട് വീണ്ടും ഞങ്ങൾക്ക് തൃശ്ശൂരിലേക്ക് പോകണം. പിന്നെ ഡ്രസ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ബിസിനസ്. അപ്പോൾ ഡ്രസ്സിലോട്ട് നീങ്ങണോ അങ്ങനെയൊക്കെ വെച്ചാൽ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇത് ഞങ്ങൾ ഇടയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ സാരി ഒന്നും എടുത്തില്ല കേട്ടോ, ജിമ്മിൽ ക്രിസ്മസ് അല്ല ഓൺ സെലിബ്രേഷന് വേണ്ടി അഭിനയിക്കാനാണ്. അത് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ച് ഞങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വന്ന് സംസാരിച്ച് ഫ്രണ്ട് പോയി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ ഷോപ്പ് ഇവിടെ നന്ദലത്തുണ്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി ഞങ്ങൾ സർപ്രൈസ് വിസിറ്റ് വന്നിരിക്കുക കേട്ടോ. ആൾ കണ്ടിട്ടില്ല, ഞങ്ങൾ വരുന്ന കാര്യം ആൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആളുടെ വകയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ആളെ കാണാൻ വേണ്ടി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, നിന്ന് ഷൂട്ട് ചെയ്യേ, സർപ്രൈസ് ആയിട്ട് നമ്മൾ പോകുള്ളൂ, നീ അതൊന്ന് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എവിടെ പോലും ഞാൻ ക്യാമറ എടുക്കുന്ന ഒരാളായത് കാരണം എനിക്കത് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ അളിയൻ. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് ശരിക്കും സർപ്രൈസ് ആവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് പറയാണ്ട് മുമ്പിലെത്തുന്ന ആ ഒരു സംഭവം അടിപൊളിയാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും നന്ദലത്ത് വന്നതല്ലേ, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഒരേ ആക്ടിങ് ആയിരുന്നോട്ടെ. കാര്യമായിട്ട് അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ചേട്ടന് 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൊത്തം റൗണ്ട് ചെയ്തിട്ട് അവിടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മൊത്തം റൗണ്ട്സിങ് കടന്ന് നിന്നിട്ട് ഒന്നും വാങ്ങിയില്ല. പിന്നെ അവൾ മറ്റേ എയർ ഫ്രയർ ഇല്ല, അതായത് എണ്ണല്ലാണ്ട് ഫ്രൈ ചെയ്യാൻ സംഭവമില്ല, അത് അവൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ അത് എടുത്ത് വെക്കി, ഞാൻ വീട്ടിലെത്തിക്കാൻ വേണ്ടി ആളത് എടുത്ത് വെച്ചു. അതിനുശേഷം ആളുടെ കാറിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. എന്തായാലും പുറത്തിറങ്ങിയാൽ നമ്മൾ കുറേ മെനു കാർഡ് കണ്ടിട്ട് നമ്മളെല്ലാവരും 10-15 മിനിറ്റ് ഭയങ്കര ആലോചനയായിരിക്കും മെനു കാർഡിൽ നോക്കിയിട്ട്. ലാസ്റ്റ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെനു കാർഡൊക്കെ എടുത്ത് ഭയങ്കര ആലോചിച്ച് ബിരിയാണിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസം കേട്ടോ ഇന്നത്തെ. ഇനിയിപ്പോൾ ബിസിനസ് നടന്നില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം. പക്ഷെ എങ്ങനെ നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയല്ലേ, എന്നെന്നും മനസ്സ് സൂക്ഷിക്കാൻ നല്ലൊരു ഓർമ്മ, ഫ്രണ്ട് മൊത്തം ഓർമ്മ കിട്ടിയത് തന്നെ വലിയൊരു സന്തോഷം. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് ഇത് നടക്കും. അപ്പോൾ ഞങ്ങളുടെ വടക്കഞ്ചേരി എത്തി, അത് അവളെ വണ്ടി കയറി എന്നെ വീട്ടിൽ കൊണ്ടാക്കി. ഇത്രയുള്ള വീഡിയോ. ബൈ.